പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം 1 യോഹന്നാൻ 4 അധ്യായം 20 വാക്യം മുതൽ. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു, അഡോർ യു, വർഷിപ്പ് യു ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുമ്പോൾ ക്രിസ്തു ഏകനായിട്ടിരുന്നിട്ടുള്ളത് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ്. മിക്കവാറും പ്രാർത്ഥിക്കാനായിട്ടാണ് ക്രിസ്തു മലമുകളിലേക്കും കടൽ തീരത്തിലേക്കുമൊക്കെ പോയിട്ടുള്ളത്. അല്ലാത്തപ്പോഴൊക്കെ ക്രിസ്തു മറ്റുള്ളവരോട് കൂടെയായിരുന്നു. കാനായിലെ കല്യാണത്തിനും ശിഷ്യന്മാരോടുകൂടെയും അതുപോലെ മലയിലെ പ്രസംഗത്തിലും എപ്പോഴും ക്രിസ്തു മറ്റ് മനുഷ്യരോടുകൂടെ അനുകമ്പയോടെ നീങ്ങുന്ന ഒരാളായിരുന്നു. അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അതേസമയം സഹോദരനെ ദ്വേഷിക്കുകയും സഹോദരനെ വെറുക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളിൽ ദൈവം ഇല്ല. അതേസമയം നമ്മളിന്ന് ചുറ്റിനും കണ്ണോടിക്കുമ്പോൾ മറ്റൊരാളുടെ വിജയത്തിലും അവരുടെ നേട്ടങ്ങളിലുമൊക്കെ നമുക്ക് അസൂയ തോന്നുന്നു. ഞാൻ നന്നായില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റുള്ളവർ നന്നാകരുത് എന്ന ചിന്താഗതി വെച്ചു പുലർത്തുന്ന ആളുകളാണ് ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും അധികം. അത് നമുക്ക് ഈ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് എനിക്ക് വേണം, മറ്റുള്ളവരത് ചെയ്തു കഴിഞ്ഞാൽ അവനാ ക്രെഡിറ്റ് പോവുകയില്ലേ എന്ന ഒരു ചിന്ത ഒരുവിധം എല്ലാവരെയും നയിക്കുന്നു. അതേസമയം ഈ ലോകത്തിൽ തന്നെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് മറ്റുള്ളവരുമായി ഒരു കൊളാബറേറ്റീവ് മോഡിൽ, നമ്മളതിനെ പറയും വിൻ വിൻ, നീയും ജയിക്കുക ഞാനും ജയിക്കട്ടെ, നിൻ്റെ നന്മ ഞാൻ കാക്ഷിക്കുന്നു, നിൻ്റെ നന്മ കാക്ഷിക്കുക വഴി എനിക്കും നന്മയുണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് മനുഷ്യരുടെ കയ്യിൽ നിന്ന് നന്മ കിട്ടിയില്ലെങ്കിലും കർത്താവിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് നന്മ ലഭിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടും മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ വിജയത്തിൽ ആനന്ദിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ വിജയം നമ്മുടെയും വിജയമാണെന്ന് ചിന്തയോടുകൂടെ, അതേസമയം സഹായം ആവശ്യമുള്ളവർക്ക് സഹായം എത്തിക്കാനും സ്നേഹം ലഭിക്കാത്തിടത്ത് സ്നേഹം വിളമ്പാനുമൊക്കെയുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവനെ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും? ഒരുവനെ ഭോഷ എന്ന് വിളിച്ചാൽ തന്നെ നിനക്ക് ശിക്ഷാവിധി ഉണ്ടാകും. കാരണം അവനും ദൈവത്തിൻ്റെ പുത്രനോ പുത്രിയോ ആണ്. അപ്പോൾ
കർത്താവിനെ സ്നേഹിക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു, കർത്താവിനെ ഭയപ്പെടുന്നു, ക്രിസ്തു അനുയായിയാണെന്നൊക്കെ പറയുന്ന നമ്മൾ ഏറ്റവും ആദ്യം മറ്റുള്ളവരെ സ്നേഹിക്കാൻ അൺകണ്ടീഷണലായി, അവരുടെ കയ്യിൽ നിന്ന് യാതൊരു ബെനിഫിറ്റ് ഇല്ലെങ്കിലും അവരെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു തന്നെ പറഞ്ഞു, നിൻ്റെ സ്നേഹിതനെ മാത്രം സ്നേഹിച്ചാൽ, നിനക്ക് നന്മ ചെയ്യുന്നവനെ മാത്രം സ്നേഹിച്ചാൽ അതിലെന്ത് മേന്മയാണുള്ളത്? ശത്രുവിനെ സ്നേഹിക്കുക. ഞാൻ ഒരു പ്രാവശ്യം ഈ പ്രിസണേഴ്സ് മിനിസ്ട്രിയിൽ ചെന്നു. അപ്പോൾ ഒത്തിരി ആളുകൾ പ്രിസണേഴ്സ് മിനിസ്ട്രി ചെയ്യണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രിസണിലോട്ട് ഒരു എക്സ്കേർഷൻ പോകുന്ന ഒരു മെൻറ്റാലിറ്റിയോട് കൂടിയാണ് ഈ ഭൂരിഭാഗം ജനങ്ങളും വന്നിരിക്കുന്നത്. ഒരാകാംക്ഷ, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് കാണാൻ. അപ്പം അന്ന് അച്ഛൻ പറഞ്ഞൊരു വാക്ക് എന്നെ വളരെയധികം സ്പർശിച്ചു. നിനക്ക് 3 കൊലപാതകം ചെയ്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവനെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്യാൻ സാധിക്കുമോ? അതുപോലത്തെ ഒരു മനസ്ഥിതി നിനക്കുണ്ടെങ്കിൽ മാത്രം നീ ഈ ജയിൽ സന്ദർശനത്തിന് വന്നാൽ മതി. അതെന്നെ വല്ലാതെ സ്പർശിച്ചു. കാരണം ഇത് മനുഷ്യനെ കൊണ്ട് സാധ്യമാണ്. മനുഷ്യനെ കൊണ്ട് സാധ്യമല്ലെങ്കിൽ കൂടെ പരിശുദ്ധാരൂപി നമ്മളിൽ വന്നു കഴിയുമ്പോൾ ഇതൊന്നും നമുക്ക് ഒരു വിഷയമല്ലാതെ തീരും. നമ്മൾ മറ്റുള്ളവരോടുള്ള പരിശുദ്ധാരൂപിയുടെ സ്നേഹത്താൽ നിറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ വിജയം നമ്മുടെ വിജയമാകും. നമ്മൾ അനുകമ്പ കൊണ്ട് നിറയും. ഒരാളുടെ കഷ്ടത കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സലിയും. അപ്പോൾ ഈ ഒരു കൃപയിലേക്ക്, ഈ ഒരു വിവേകത്തിലേക്ക്, ഈ ഒരു തുറവിയിലേക്ക് സർവേശ്വരൻ നമ്മളെ കൈപിടിച്ച് നയിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്വന്തം സഹോദരനെ സ്നേഹിക്കാത്തവൻ, സ്വന്തം സഹോദരനെയോ സഹോദരിയെയോ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല എന്ന് ഈ വചനങ്ങൾ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ്, വർഷിപ്പ്, അഡോർ ജീസസ്. ലവ് ജീസസ്. ആമേൻ.